അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വളരെയധികം ചിന്തിച്ചു പോയ ഒരു അനുഭവം ഉണ്ടാകുകയുണ്ടായി. ഒരു സഹോദരി അവരുടെ ഭർത്താവിനെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയരോഗമാണ്. കുടുംബത്തിലെ ഏതൊക്കെ പുരുഷന്മാരുണ്ടോ അവരെയൊക്കെ ചേർത്ത് ഇവരെ നിരന്തരമായി അവർ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു ഭർത്താവ് ഈ ആരോപിക്കുന്ന ഇത്തരം വ്യഭിചാര ആരോപണങ്ങളെക്കാളും ഗുരുതരമായി എന്താണ് ജീവിതത്തിലുള്ളത്? യാതൊരു സ്വൈരവും സമാധാനം ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത്. പല സന്ദർഭങ്ങളിൽ വീട്ടിൽ പോവുകയും ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്ത് അത് വീണ്ടും വീണ്ടും അവർ തിരിച്ചു വരുന്ന ഒരവസ്ഥയിലേക്കാണ് ഉണ്ടായത്, പല മസ്ലഹത്തുകളിലൂടെ. അങ്ങനെ വളരെ ദീർഘമായ ഒരു കാലമായി ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും നിലക്കുള്ള ഒരു പരിഗണനയോ ഒരു തലോടലോ ഒരു സ്നേഹപ്രകടനമോ ഒന്നുമില്ലാതെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ചോദിക്കും പറയും എന്നതിലുപരി പിന്നെ ബാക്കിയുള്ള എല്ലാ സംസാരങ്ങളും നീ എവിടെയാണ്. അപ്പോൾ ആ സ്ത്രീ പറയാണ്, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, ഞാൻ ബാത്റൂമിൽ കയറിയാൽ പോലും ഫോൺ അടിച്ചാൽ ഞാൻ ഓടി വന്ന് എടുക്കും. അപ്പോൾ എന്തിനാ ഫോൺ വിളിക്കണത്? താൻ എന്തെങ്കിലും ആരുടെയെങ്കിലും കൂടെ പോയതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോൺ എടുക്കാൻ കുറച്ച് വൈകിയാൽ സംശയം വരും, അതുകൊണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഓടും. അപ്പോൾ എത്രമാത്രം പ്രയാസപ്പെട്ടാണ് അവർ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വെറുതെ മക്കളെ വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മകനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പൊതുവെ മക്കളൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഉമ്മയുടെ പേരിൽ അന്യായമായി ആരോപിക്കപ്പെടുന്ന ഈ ആരോപണങ്ങൾക്കെതിരെ അവർ പ്രതികരിച്ച് തുടങ്ങുന്നുണ്ട് കുട്ടികൾ. സ്വാഭാവികമായൊരു കാര്യമാണ്. പലപ്പോഴും സ്ത്രീകൾ സഹിച്ച് നിൽക്കും ജീവിതത്തിൽ. പലപ്പോഴും മക്കൾ വളർന്നു വരുമ്പോൾ ഉമ്മൻ്റെ പ്രയാസങ്ങൾ അവർ ഇടപെടാൻ തുടങ്ങും. അത് ഒരു ഗൗരവമായ ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. എന്താവട്ടെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സഹോദരിയോട് നമുക്ക് നിർദ്ദേശിക്കാൻ എന്താ ഉള്ളത്? അവർക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ജീവിക്കാനൊരു സ്വൈരം കൊടുക്കാത്ത ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണമെന്ന് നിർബന്ധമല്ല. പക്ഷെ അവർക്ക് വേറെ വഴികളില്ല പോകാൻ. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഇതൊക്കെ ക്ഷമിക്കുന്നതിന് പ്രതിഫലമുണ്ട്. കാരണം ഭർത്താവിനെ അനുസരിക്കുന്നതിന് വലിയ കൂലിയുണ്ടല്ലോ ഇസ്ലാമിൽ. സ്വർഗത്തിൻ്റെ ഏത് വാതിലിലൂടെയും പ്രവേശിക്കാൻ പറ്റിയ ഒരു പുണ്യകർമ്മമാണ് ഭർത്താവിനെ അനുസരിക്കൽ. അതുകൊണ്ട് ഇത്തരമൊരു ഭർത്താവിനെ അനുസരിക്കണമെങ്കിൽ അതിന് ചെറിയ അധ്വാനമൊന്നും പോരാ. അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ക്ഷമക്ക് സഹനത്തിന് വലിയ പ്രതിഫലം അള്ളാഹു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ആ പ്രതിഫലത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുമല്ലേ ഒരു വശത്ത് പറ്റുള്ളൂ. അപ്പോൾ ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് പ്രതിഫലമായി വരും, നാളെ പരലോകത്തെങ്കിലും എനിക്കൊരു സമാധാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനും എന്ന് സമാശ്വസിക്കുവാനും ഒരു പക്ഷേ നല്ലൊരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചതിനേക്കാളും വലിയ പ്രതിഫലം നാളെ കിട്ടാൻ കാരണമാകും എന്ന പൊതുവെയുള്ള ഒരു സമാശ്വസിപ്പിക്കൽ. അതോടൊപ്പം ഒരു പ്രതീക്ഷ എന്ന നിലക്ക് പറഞ്ഞു, നിങ്ങളുടെ മകൻ വലുതായി വന്ന് അവൻ വിവാഹമൊക്കെ കഴിച്ച് അവൻ അഥവാ വേറെ താമസിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി നിങ്ങൾക്ക് അവൻ്റെ കൂടെയും പോയി നിൽക്കാമല്ലോ. അപ്പോൾ ഇവിടെ വല്ലാതെ ബുദ്ധിമുട്ടാകുമ്പോൾ അവിടെ പോയി നിന്ന് ഒന്ന് വിശ്രമിക്കാനുള്ള സമയമാകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരതിന് പറഞ്ഞ മറുപടിയാണ്, അതായത് ഒരു പാവാണ് എൻ്റെ ഭർത്താവ്, അദ്ദേഹത്തെ ഇട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല, അദ്ദേഹത്തെ ഇട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല, അദ്ദേഹം ഒരു പാവമാണ്, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അസുഖത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചും സഹിച്ചും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കും. അതാണ് അവർ പറയുന്ന മറുപടി. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരു സ്ത്രീയെ എത്ര തന്നെ കഷ്ടപ്പെടുത്തിയാലും ആ സ്ത്രീ അദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കുമെന്ന് പറയുന്ന ആ ഒരു സ്ത്രീ മനസ്സ്, അതാണ് സത്യത്തിൽ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വശം. എന്താണത്? ഇന്നൊരു പക്ഷേ ധാരാളക്കണക്കിന് വിവാഹമോചനങ്ങൾ സംഭവിക്കാതിരിക്കുന്നതും ധാരാളം സഹോദരിമാർ അവിടെ ഭർത്താക്കന്മാരോടൊപ്പം ജീവിക്കുന്നതിൻ്റെയും അടിസ്ഥാനപരമായൊരു കാരണം എന്തായിരിക്കും? വിട്ടു പോകാൻ കഴിയില്ല. ഒന്നില്ലെങ്കിൽ അയാളുടെ സിമ്പതി, ഒരു പാവല്ലേ അയാൾ ഇട്ട് പോകണോ, അല്ലെങ്കിൽ മക്കൾ. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ അവരുടെ ഏറ്റവും വലിയ ബലഹീനത. അതുകൊണ്ട് തന്നെ മറ്റൊരു ജീവിതം ലഭിക്കുമോ ലഭിക്കുകയില്ലേ എന്ന ആശങ്ക, ഭാവി എന്താകുമെന്ന കാര്യം, കുടുംബത്തിന് താനൊരു ഭാരമാകുമോ എന്ന ചിന്ത, ഇത്തരം ചില വ്യാകുലതകളാണ് സഹോദരിമാരെ എത്ര ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്താലും, എത്ര തന്നെ വലിയ മദ്യപാനിയായാലും, എത്ര തന്നെ വലിയ സംശയരോഗിയാണെങ്കിലും അയാളുടെ കൂടെ ജീവിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ യഥാർത്ഥത്തിൽ ഈ കാര്യം ഭർത്താക്കന്മാർ മനസ്സിലാക്കണം. ഈ ഒരു ദൗർബല്യം ഉണ്ടല്ലോ, അതായത് എന്തായിരുന്നാലും ഇവൾക്ക് പോകാൻ കഴിയൂല എന്നുള്ള അവളുടെ ഒരു സാഹചര്യത്തെ ചൂഷണം ചെയ്ത് അവരെ കഷ്ടപ്പെടുത്തുക, പ്രയാസപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്രൂരമായ കാര്യമാണ്. എല്ലാ അർത്ഥത്തിലും അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടതൊക്കെ നൽകുകയും ചെയ്യേണ്ട ആളുകൾ
അവരുടെ ഈ ഒരു പ്രതിസന്ധിയെ, ഒരു പ്രയാസത്തെ ചൂഷണം ചെയ്യുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ മനസ്സിലാക്കി അവരെ ഉൾക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ട പരിഗണനകൾ നൽകി അവർ ചെയ്യുന്നത് എല്ലാ സേവനങ്ങളും നമുക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കാനും അവരെ സമാശ്വസിപ്പിക്കുവാനും അവർക്ക് സമയം നൽകുവാനും അവർക്ക് ആശ്വസിപ്പിക്കുവാനും അവരുടെ പ്രയാസങ്ങൾക്കെല്ലാം പരിഹാരമായി വർത്തിക്കാനും നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.